1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് നിർമ്മിക്കാൻ ഏകദേശം എത്ര രൂപ ചെലവാകും? 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം? അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുകയാണെങ്കിൽ അത് എല്ലാ 1000 സ്ക്വയർ ഫീറ്റ് വീടും ഒരുപോലെ ആവില്ല. അപ്പോൾ പ്ലാൻ മാറുന്നതിനനുസരിച്ചിട്ട് എന്തായാലും വീട് നിർമ്മിക്കാനുള്ള ചെലവ് കൂടും. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു 720 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട്. ആ വീടിൻ്റെ ഓരോ ഘട്ടവും എങ്ങനെ നിർമ്മിക്കാം, അങ്ങനെ നിർമ്മിക്കുന്ന സമയത്ത് അതിന് ഏകദേശം എത്ര രൂപ ചെലവ് വരും, ഏത് രീതിയിൽ ഫിനിഷ് ചെയ്താലാണ് നമ്മുടെ ബജറ്റിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലാൻ അനുസരിച്ചിട്ട് എന്തായാലും എസ്റ്റിമേറ്റ് എമൗണ്ടിന് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും, ഞാൻ നിർമ്മിക്കാൻ പോകുന്ന പ്ലാൻ ഇതാണ്, ഇതിന് ഇന്ന വർക്കുകളൊക്കെ ഉണ്ട്, എനിക്കിത് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഏകദേശം ഇത്ര രൂപ വരും എന്നുള്ളത്. അതൊരു ലംസം എമൗണ്ട് അല്ല പറയുന്നത്, വർക്ക് ബൈ വർക്ക് എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് റിയൽ ടൈമിലുള്ള എമൗണ്ട് ആണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആ പ്ലാൻ ആദ്യം ഒന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരിട്ട് ഹാളിലോട്ട് എൻട്രി. ഹാളിൽ ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കമ്പൈൻ ചെയ്തിട്ടാണ് ഡൈനിങ് ഹാള് കൊടുത്തിട്ടുള്ളത്. രണ്ടും കൂടി ഒരുമിച്ചാണ്, ചെറിയ വീടാണല്ലോ. പിന്നെ 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാളിൽ നിന്നും എൻട്രി ഉള്ള ഒരു കോമൺ ബാത്റൂം, അതിന് തൊട്ടടുത്ത് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഹാളിൽ നിന്നും ഡയറക്റ്റ് എൻട്രി ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും പുറത്തോട്ട് 2 എൻട്രൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള 723 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ചെറിയൊരു വീട്. ഇതെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മെയിൻ പോയിന്റിലോട്ട് കിടക്കാം. നമ്മുടെ സ്ട്രക്ചർ നിർമ്മിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഏകദേശം എത്ര രൂപ ചെലവ് വരും നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സൈറ്റ് ലെവൽ ചെയ്യണം. അതിനുശേഷം നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് സെറ്റ് ഔട്ട് ചെയ്യണം. അതായത് കുറ്റിയടിച്ച് പ്ലാൻ നമുക്ക് പ്ലോട്ടിൽ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുഴി എടുക്കണം, തറയ്ക്ക് വേണ്ടിയിട്ടുള്ള കുഴി എടുക്കണം, അതിൽ PCC ഇടണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴേക്കും നമുക്കൊരു 25,000 75,000 രൂപ വരും. ഞാൻ ആവറേജ് റേറ്റ് ആണ് 21,000 രൂപ ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് തറ നിർമ്മിക്കണം. അപ്പോൾ തറ നിർമ്മിക്കാൻ നമുക്ക് ഏകദേശം ഞാനിവിടെ കരിങ്കല് വെച്ചിട്ടാണ് തറ നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരു 1,90,000 രൂപയുടെ ചിലവ്, അല്ലെങ്കിൽ 92,000 രൂപയുടെ ചിലവ് ടോട്ടൽ. എൻ്റെ ആവറേജ് റേറ്റ് ആട്ടോ പറയുന്നത്. കൃത്യമായിട്ട് ക്വാണ്ടിറ്റി എടുത്ത എമൗണ്ട് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ, ലംസം എമൗണ്ട് അല്ല. അതിനുശേഷം തറക്ക് മുകളിൽ ഒരു ബെൽറ്റ് വാർക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ 15,000 രൂപയുടെ ചിലവ് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലോട്ട് വെട്ടുകല്ലാണെങ്കിൽ വെട്ടുകല്ല് വെച്ചിട്ട് നമുക്ക് ചുമരുണ്ടാക്കാം. ചുമര് കെട്ടാൻ നമുക്ക് 1,64,000 രൂപയുടെ ചിലവ് വരും. അത് കഴിഞ്ഞ് ലിൻഡൽ വാർക്കാം. നമ്മൾ ജനലിന്റെ ലെവലിൽ, വിൻഡോ ലെവലിൽ ലിൻഡൽ വാർക്കും. 210 സെന്റിമീറ്ററിൽ ലിൻഡൽ വാർക്കും. അപ്പോൾ ലിൻഡൽ വാർക്കാൻ നമുക്ക് ഒരു 24,000 രൂപയുടെ ചിലവ് വരും. അത് കഴിഞ്ഞ് സ്ലാബ്, ഇവിടെ ഫ്ലാറ്റ് കോൺക്രീറ്റ് റൂഫാണ്. അപ്പോൾ അതിന് ഏകദേശം 1,04,000 രൂപയുടെ ചിലവുണ്ട്. സൺഷെയ്ഡ് നമുക്ക് 7,500 രൂപയുടെ ചിലവുണ്ട്. സിറ്റ് ഔട്ടും പില്ലറും കൂടി വാർക്കാൻ ഏകദേശം 13,000 രൂപയുടെ അടുത്ത് ചിലവുണ്ട്. പാരപ്പറ്റ് കെട്ടാൻ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമല്ല, അപ്പോൾ മുകളിൽ ചെറിയൊരു പാരപ്പറ്റ് കൊടുക്കുന്നുണ്ട്, അതിനൊരു 25,000 രൂപയുടെ ചിലവുണ്ട്. ഷോവാളിന് ഒരു 9,000 രൂപയുടെ ചിലവുണ്ട്. പ്ലാൻ ബോക്സിന് ഒരു 6,000 രൂപയുടെ ചിലവുണ്ട് ടോട്ടൽ. അപ്പോൾ ഇത്രയും വർക്കാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അത് ചെയ്ത് കഴിയുമ്പോൾ 723 സ്ക്വയർ ഫീറ്റിന് 800 രൂപ വെച്ചിട്ട് നമുക്ക് ടോട്ടൽ 5.8 ലക്ഷം രൂപ ആവും കേട്ടോ. ഇതിൽ ഇൻക്ലൂഡഡ് മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ ലേബർ ഉണ്ട്. എല്ലാ റേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്കൊരു 6 ലക്ഷം രൂപ, ഒരു 5% കണ്ടിജൻസി വെക്കുകയാണെങ്കിൽ നമുക്കൊരു 6 to 6.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ തേപ്പ് വന്നിട്ടില്ല, ഫ്ലോറിങ് വന്നിട്ടില്ല, ഇലക്ട്രിക്കൽ വയറിങ് വരുന്നിട്ടില്ല, പ്ലംബിങ്, സാനിറ്ററി വർക്കുകളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് സ്ട്രക്ചർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ഇപ്പം നമ്മൾ ഉൾപ്പെടുത്താത്ത എല്ലാ വർക്കുകളും ഉൾപ്പെടുത്തുമ്പോൾ ഈ സ്ട്രക്ചർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും കേട്ടോ. ഇപ്പൊ സ്ട്രക്ചർ മാത്രം, ഇതിൽ നമ്മൾ ഡോറും വിൻഡോ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല, അതിന്റെ എമൗണ്ട് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. അപ്പോൾ അത് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ വർക്കുകളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ബേസിക് ഒരു ഫിനിഷിലോട്ട് എങ്ങനെ എത്തിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കുമ്പോൾ നമുക്ക് ഏകദേശം എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.